ചെറുപുഴ ജോസ്ഗിരി മരുതുംതട്ടിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. വലിയ തോതിൽ കൃഷികൾ നശിപ്പിച്ചു. കാനംവയൽ ചേനാട്ടുകൊല്ലിയിലും കാട്ടാനകൾ തമ്പടിക്കുകയാണ്. ദിവസങ്ങളുടെ ഇടവേളയിൽ ഇത് രണ്ടാം തവണയാണ് കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്ത് എത്തുന്നത്. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്ന നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാജഗിരി, ജോസ്ഗിരി, കാനംവയൽ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമായി. ദിവസങ്ങളുടെ ഇടവേളയിൽ ജോസ്ഗിരി മരുതുംതട്ടിലും കാനംവയൽ ചേനാട്ടുകൊല്ലിയിലും എത്തിയ കാട്ടാനക്കൂട്ടം കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു. കർണാടക വനാതിർത്തി കടന്ന് പകൽ സമയത്ത് പോലും കൃഷിയിടത്തിലേക്കെത്തുന്ന കാട്ടാനക്കൂട്ടം ജീവനും സ്വത്തിനും ഭീഷണിയാകുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ രാജഗിരി ചേനാട്ടുകൊല്ലിയിലെ കയമാക്കൽ സണ്ണി, മരുതുംതട്ടിലെ പൂച്ചാലിൽ ജോസ്, കുട്ടിയാനിക്കൽ മേരി, മുല്ലപ്പള്ളി ദീപു, കുട്ടിയാനിക്കൽ സോയി എന്നിവരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാന ഇറങ്ങി ഭീതി വിതച്ചു. പൂച്ചാലിൽ ജോസിന്റെ കൃഷിയിടത്തിലെത്തി കാട്ടാന തെങ്ങ് കുത്തി നശിപ്പിക്കുകയും അവിടെയുണ്ടായിരുന്ന ഷെഡ് തകർക്കുകയും ചെയ്തു. ഈ പ്രദേശത്തുള്ള മനുഷ്യർക്ക് ഇപ്പം ജീവിക്കാൻ ഭയങ്കരമായിട്ട് പാടുപെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഏത് സമയത്താണ് ഇപ്പം രാത്രി വന്നുകൊണ്ടിരുന്ന ആന ഇന്ന് വന്നത് മുഴുവൻ പകലാണ്. പകല് വന്നാണ് ഈ കാണുന്ന പ്രകടനം മുഴുവൻ കാഴ്ചവെച്ചേക്കുന്നത്. ഇപ്പോഴും മനുഷ്യർ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിപ്പോ രണ്ടായിട്ട് പിരിഞ്ഞു പോയി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കുന്നത്. ഇപ്പൊ പോയി നോക്കുമ്പോൾ മനസ്സിലാകുന്ന അങ്ങനെയാണ്. ഒരു കൂട്ടം പിരിഞ്ഞിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ആ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ ഭാഗത്തേക്കാണ് ഇപ്പം ആ ഒരു കാൽപ്പാട് കിട്ട് ചവിട്ടി ഓടിച്ച് കൃഷികൾ നശിപ്പിച്ച് പോയേക്കുന്ന അങ്ങോട്ടാണ് ഒരു ഭാഗം പോയേക്കുന്നത്. പകൽ 11 മണി സമയത്ത് ആന ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ പരാക്രമം എല്ലാം കാണിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ. അപ്പൊ രാത്രിയിലത്തെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ? എങ്ങനെ ജനങ്ങൾ ഇവിടെ ജീവിക്കും? നമ്മൾക്കിപ്പോൾ പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഇവിടെ ആന ഇറങ്ങി ഒരു ആനക്കുഞ്ഞ് അവിടെ കിണറ്റിൽ വീണ് ചാകുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ആന ഇറങ്ങിയെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടെ നോക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ആന മുകളിലോട്ടാണ് കയറി പോയിരിക്കുന്നത്. താഴോട്ടൊന്നും കാണുന്നില്ല. ഇന്ന് രാത്രിയിൽ അറിയാം എന്താ സ്ഥിതിയെന്ന്. പ്രദേശവാസികൾ പടക്കമെറിഞ്ഞാണ് കാട്ടാനക്കൂട്ടത്തെ തുരത്തി ഓടിച്ചത്. തുടർന്ന് കാട്ടാനക്കൂട്ടം മരുതുംതട്ട് ചേനാട്ടുകൊല്ലി റോഡിൽ നിലയുറപ്പിക്കുകയും സമീപത്തുണ്ടായിരുന്ന വാഴകളും കടപ്ലാവും മറ്റും നശിപ്പിക്കുകയും ചെയ്തു. പരിസരവാസികൾ സംഘടിച്ച് ശബ്ദമുണ്ടാക്കിയതോടെ ആനക്കൂട്ടം കാട്ടിലേക്ക് പിന്തിരികയായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് കൃഷിയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടത്തിൽ നിന്നും വഴിതെറ്റിയ പിടിയാനയുടെ കുട്ടി മരുതുംതട്ടിലെ ആൾമറയില്ലാത്ത കിണറിൽ വീണ് ചെരിഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.